ശ്രീനാഥ്, ഡൽഹിയിലെ കരുത്തുറ്റ നീക്കങ്ങൾ എങ്ങനെയാണ്? വാർത്താ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? SKN വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം 9 മണിക്ക് തന്നെ ഉണ്ടാകും. ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള കൃത്യമായ ഔദ്യോഗികമായ സ്ഥിരീകരണം വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഒപ്പം തന്നെ നമ്മുടെ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഒരു യോഗം 9:30 ചേരുന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നടപടികൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചയാകും പ്രധാനമായും നടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, IMFന്റെ യോഗം ചേരാൻ പോകുന്നു. IMF കൈയഴിഞ്ഞ് പലപ്പോഴും സഹായിച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഒരു യുദ്ധം ചെയ്യുന്ന, ഇത്തരം ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്ന, സാമ്പത്തിക സ്ഥിതി നോക്കാതെ ചാവേർ കണക്കിന് പോരാട്ടത്തിന് ഇറങ്ങുന്ന ഒരു രാജ്യത്തിന് എന്തിനാണ് ഈ തരത്തിൽ സഹായങ്ങൾ നൽകുന്നത് എന്ന ചോദ്യം ആ യോഗത്തിൽ ഇന്ത്യ ഏതായാലും ഉയർത്താൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. സാമ്പത്തികമായി പാകിസ്ഥാനെ ഞെരുക്കാൻ പോകുന്നു, അത് നേരിട്ട് അവിടുത്തെ ജനങ്ങളെ ബാധിക്കാൻ പോകുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം, അതിൻ്റെയൊക്കെ റിസൾട്ടായി വരാൻ പോകുന്നത്. ഏതായാലും ധനകാര്യ മന്ത്രാലയത്തിൽ 9:30 അത്തരം യോഗങ്ങൾ ചേരുകയും ചെയ്യും. 9 മണിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം. അതോടൊപ്പം നമ്മുടെ പ്രതിരോധ മന്ത്രി, വിവിധ സേനാ മേധാവിമാരും ഒപ്പം തന്നെ CDS സംയുക്ത സേനാ മേധാവിയുമായും ചർച്ച നടത്തുന്നുണ്ട്. അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. അദ്ദേഹം നിരന്തരം അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് മാർക്കോ റൂബിയോയുമായും സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇത്തരമൊരു സംഘർഷത്തിൽ നേരിട്ട് ഇടപെടാൻ അമേരിക്ക ഏതായാലും തയ്യാറല്ല. ഇന്ത്യ ഏതെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമം ഒരു കാലത്തും ഈ കശ്മീരുമായി ബന്ധപ്പെട്ട, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആഗ്രഹിച്ചിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ പോലും പാകിസ്ഥാന്റെ അടുത്ത അനുയായികളായ ചൈനയും തുർക്കിയും പോലും നേരിട്ട് ഈ വിഷയത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടില്ല എന്നത് കൂടി ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ്. ഏതായാലും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു, അതിന് ഇന്ത്യ തക്കതായി മറുപടി കൊടുക്കുന്നു. അല്പസമയം മുമ്പ് നമ്മൾ കണ്ട വീഡിയോ പോലും ആ തരത്തിൽ പ്രകോപനം പാകിസ്ഥാൻ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ത്യൻ സേന ഭസ്മീകരിച്ചത് എന്നതിന് ഒരു തെളിവാണ്. വെടിനിർത്തൽ കരാർ ഇപ്പോൾ തുടർച്ചയായി, പെഹൽഗാം സംഭവത്തിന് ശേഷം തുടർച്ചയായി പാകിസ്ഥാൻ അത് ലംഘിക്കുകയാണ്. ഇന്നലെയും അതുണ്ടായി. കുപ്വാര അടക്കമുള്ള മേഖലയിൽ ഷെല്ലാക്രമണം തന്നെ നടത്തി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം കൃത്യമായ, ശക്തമായ, അതിന് തക്കതായ മറുപടി നൽകുന്നുമുണ്ട്. അങ്ങനെ പാകിസ്ഥാനെ സാമ്പത്തികമായും സൈനികമായും ഒക്കെ തന്നെ ഞെരുക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തുന്നു. ആഭ്യന്തര കലാപമടക്കം പാകിസ്ഥാന് ബുദ്ധിമുട്ടുകൾ മറ്റു പലതുമുണ്ട്. അതിനൊപ്പമാണ് ഈ തരത്തിലുള്ള ഒരു പോരാട്ടത്തിന്, സാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നത്. അതിനുള്ള മറുപടി ഇന്ത്യ നൽകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അത് ഒരൊറ്റ ദിവസത്തെ ദൗത്യമായിരുന്നില്ല, അതിന് തുടർച്ചയുണ്ട് എന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. ആർമി പുറത്തിറക്കിയ, ഏറ്റവും പുറത്തുവിട്ട വീഡിയോയിൽ പോലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നിടത്തോളം കാലം ഇന്ത്യ ഈ ഓപ്പറേഷനുമായി മുന്നോട്ട് തന്നെ പാകിസ്ഥാൻ്റെ മണ്ണിൽ ചെന്ന് പാകിസ്ഥാൻ സൈന്യത്തെ വെല്ലുവിളിച്ച് അവിടെയുള്ള ഭീകര താവളങ്ങൾ തകർക്കും. ഭീകരരെ സംരക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യം രംഗത്ത് വന്നാൽ, ഭീകരർക്കുണ്ടായ നാശനഷ്ടത്തിന് കണക്ക് ചോദിക്കാൻ പാകിസ്ഥാൻ സൈന്യം രംഗത്ത് വന്നാൽ സൈന്യത്തിനും ആ തരത്തിലുള്ള മറുപടി ഇന്ത്യ നൽകുകയും ചെയ്യും. ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ റഡാർ അടക്കമുള്ള സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ അത് ഇന്ത്യ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. ലാഹോറിൽ ഇന്നലെ തന്നെ അത് അത്തരമൊരു ഓപ്പറേഷൻ